കാഴ്ചപ്പാട് ഓരോന്നിനെയും ഓരോ സന്ദർഭം അനുസരിച്ച് വ്യത്യസ്തമായി കാണുന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചെറുതിലേ തന്നെ. ഇത് നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കണം. ഒരു ആനയെ കാണുമ്പോൾ പലരും പല ഭാവത്തിൽ അവരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. ചിലപ്പോൾ ആനയുടെ കൊമ്പായിരിക്കും ചിലത് കുട്ടികൾ നോക്കുന്നത്, ചിലത് ആനയുടെ തുമ്പിക്കൈ ആയിരിക്കും, അല്ലെങ്കിൽ ആനയുടെ നിറമായിരിക്കാം, ആനയുടെ വലിപ്പമായിരിക്കാം. മറ്റൊരു ഈസോപ്പ് കഥയിലൂടെ തന്നെ, ഈസോപ്പ് കഥയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, ഒരു കാഴ്ചപ്പാടിൻ്റെ മര്യാദക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടും കുറച്ച് സാമൂഹ്യ വിരുദ്ധന്മാരോ തെമ്മാടികളായിട്ടുള്ള രണ്ടു പേരുടെയും കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ റൈറ്റും റോങ്ങും കുട്ടികൾ ചെറുതിലെ തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കിയിരിക്കണം. ഒരിടത്ത് രണ്ട് കള്ളന്മാർ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് മോഷ്ടിക്കാൻ കയറി. പക്ഷെ അവിടെ ഒന്നും തന്നെ കണ്ടില്ല. ആ ദേഷ്യത്തിൽ ഒന്ന് കഴിക്കാൻ പോലും ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. കഥയിലൂടെ എൻ്റെതായ ഭാവനയോടെ കലർത്തിയാണ് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ആ ദേഷ്യത്തിൽ അവർ തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പൂവൻ കോഴിയെ കണ്ടു. അപ്പോൾ അതിലൊരു കള്ളൻ പറഞ്ഞു, നമുക്ക് ഇതിനെ കൊന്ന് കറി വെച്ച് തിന്നും, ഇതെങ്കിലും ഇരിക്കട്ടെ. അപ്പോൾ ഈ പൂവൻ കോഴി കഥയായിട്ട് ആ ഒരു രീതിയിൽ തന്നെ കുട്ടികൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ പൂവൻ കോഴിയെ അവർ കൈക്കലാക്കിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പൂവൻ കോഴി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉറക്കം നിലവിളിച്ചു കൊണ്ടുവന്നു, ഞാൻ ദിവസവും 7:30 വെളുപ്പിന് കൂവി എല്ലാവരെയും ഉണർത്തുന്ന ഒരു നല്ല കർമ്മമാണ് ചെയ്യുന്നത്. എന്നെ വെറുതെ വിട്ടൂടെയെന്ന്. പക്ഷെ ഇത് കള്ളന്മാർ പറഞ്ഞു, നീ കൂവുന്നതാണ് ഞങ്ങളുടെ ജോലിക്ക് തടസ്സം, നിന്റെ ഈ കൂവൽ ഞങ്ങൾക്ക് ഉപദ്രവമാണ് എന്ന് പറഞ്ഞ് അവർ ആ കോഴിയെ കൊണ്ടുപോവുകയും കൊന്നു കറിവെക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് കഥ വായിച്ചതിൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ കാഴ്ചപ്പാടുകൾ, കോഴി രാവിലെ കൂവുന്നത് സ്കൂളിലൊക്കെ പോകുന്ന നമുക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഉപകാരമാണെങ്കിലും കള്ളന്മാർക്കും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർക്കും മോഷ്ടിക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടായി തോന്നും. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണത്. കാഴ്ചപ്പാട്, പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ പലവിധം കഥയിലൂടെ നിങ്ങൾ ചോദിച്ചും അറിഞ്ഞും മനസ്സിലാക്കി വ്യത്യസ്തങ്ങളായിട്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ചും അതിനെ കാണുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ അത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുക.